നമ്മളൊരു എംബ്രോയ്ഡറി വർക്ക് എത്രത്തോളം നീറ്റായിട്ട് ചെയ്യുന്നോ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ ആ തുണിയിലോട്ട് അതിൻ്റെ പാറ്റേൺ ട്രേസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ആദ്യം നമ്മൾ കാണിക്കുന്നത്. ഞാൻ യെല്ലോ കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ട്രേസ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ ആദ്യം 2 A4 ഷീറ്റ് എടുത്തിട്ട് താഴെ വെച്ച് അതിന് മുകളിൽ തുണി വെച്ചിട്ട് അതിന് മേളിലാണ് ഞാൻ ആ കാർബൺ ഷീറ്റ് വെച്ചിട്ടുള്ളത്. അതിന് മേളിൽ നമ്മുടെ ആ ഒരു ഡിസൈൻ പാറ്റേൺ വെച്ചിട്ടുണ്ട്. അതിൻ്റെ 4 സൈഡിലും ഇതുപോലെ ഒരു ഭാരം വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പിന്നൊന്ന് കുത്തി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഈ പാറ്റേണിലുള്ള 2 റൗണ്ട് ഞാനിപ്പോൾ പെൻസിൽ വെച്ച് വരച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോൾ അതിനേക്കാളും നീറ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ വരയ്ക്കാൻ ഉപയോഗിച്ച ഈ ഒരു സ്കെയിൽ ഇത് വെച്ചിട്ട് തന്നെ ആ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ആ ഒരു റൗണ്ട് കറക്റ്റായിട്ട് കിട്ടും. നമ്മുടെ കൈ വെച്ച് നമ്മൾ എത്രത്തോളം വരച്ചാലും അത് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് തുണിയിലും അതുപോലെ തന്നെ നീറ്റായിട്ട് കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആ റൗണ്ട് വരച്ച് പോകാൻ പറ്റും. കൂടുതൽ സമയം അതിനകത്ത് കളയേണ്ടതായിട്ട് വരില്ല. നമ്മൾ ഓരോന്നും പതുക്കെ പതുക്കെ വരച്ചെടുക്കുന്നതിന് പകരം ഈ ഒരു സ്കെയിൽ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ആ ഒരു റൗണ്ട് വരച്ച് തീർക്കാവുന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഈ ഒരു ലീഫും കൂടെ വരച്ചു കൊടുക്കാം. ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ തന്നെ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ആ ഒരു പാറ്റേൺ വരച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു തുണിയിൽ നല്ല പെർഫെക്ഷനായിട്ട്, അതായത് നല്ല വൃത്തിയിൽ നമുക്ക് ആ ഒരു ഡിസൈൻ കിട്ടുന്നതാണ്. അല്ലാതെ ആ ഒരു റൗണ്ടൊക്കെ നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. പിന്നെ നമുക്കിതിൻ്റെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യാൻ ഇതുപോലെ ഇതിൻ്റെ 4 ഭാഗത്തും അടയാളം ഇട്ടത് കൊണ്ട് തന്നെ ഇനി ഞാൻ ആ ഒരു ഡിസൈൻ കാണിച്ചു തരാം. എത്രത്തോളം നീറ്റായിട്ടാണ് നമുക്ക് ആ ഒരു റൗണ്ടൊക്കെ അതിനകത്ത് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലായിടത്തും ഒരുപോലെ പതിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ ഒരു കാർബൺ ഷീറ്റിലുള്ള ആ കളറ് നല്ലപോലെ പതിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് തുടങ്ങാം. ഈ ഒരു നീഡിലാണ് നമ്മൾ ഈ ഒരു ബീഡ്സൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വളരെ തിന്നായിട്ടുള്ള ഒരു നീഡിലാണ് ഇത്. ബീഡ്സൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ നീഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. എത്ര ചെറിയ ബീഡാണെങ്കിലും ഇതിനകത്തൂടെ നമുക്ക് നന്നായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. ഈ ഒരു സെൻറ്ററിൽ കൊടുക്കുന്ന ഈ ഒരു മുത്ത് അത്യാവശ്യം ഒരു നീഡിൽ കയറാവുന്ന ഒരു മുത്താണ്. പക്ഷേ ഇതിലും ചെറിയ മുത്തുകളെല്ലാം നമ്മൾ ഈ നീഡിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് തയ്ച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ തയ്ക്കുന്ന ഈ കട്ട് ബീഡ് ചെറിയ ഹോളുള്ള കട്ട് ബീഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതെല്ലാം ഈ ഒരു നീഡിൽ തയ്ക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നീഡിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടെ പറയുന്നത്. കട്ട് ബീഡ് ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു 2 ബീഡ് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് തയ്ച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു റിങ്ങിൽ നിന്ന് അഴിച്ചാലും ആ ഒരു ത്രെഡും മുത്തും എല്ലാം നല്ല ഫിറ്റായിട്ട് തന്നെ ഇരുന്നോളും. ഇനി നമ്മൾ ഈ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബീഡിന് ചുറ്റും കട്ട് ബീഡ് തയ്ച്ചെടുക്കുകയാണ്. പക്ഷേ ഇത് നേരത്തെ കൊടുത്തതുപോലെയല്ല. നേരത്തെ കൊടുത്തത് ഇതിൻ്റെ അടുത്ത് തന്നെ നേരെ സൂചി താഴ്ത്തിയെടുക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ആദ്യം വരുന്ന ആ ഒരു ബീഡിലൂടെ ഒന്നും കൂടെ ത്രെഡ് എടുത്തിട്ട് താഴത്തോട്ട് കുത്തിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത് ചെയ്ത ആ രീതിയിൽ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു കട്ട് ബീഡിൻ്റെ കറക്റ്റ് ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടുന്നത്. നേരത്തെ തയ്ച്ചതിനെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് രണ്ടാമത് തയ്ച്ചതാണ്. അതുകൊണ്ട് ഇങ്ങനെ തയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ബാക്കി ഭാഗം ചെയ്തു തുടങ്ങാം. ഇതിനകത്ത് ഫ്രഞ്ച് നോട്ട് ചെയ്യുകയാണെങ്കിൽ പോലും 2 തവണ ചുറ്റിയെടുത്തിട്ടാണ് ഈ ഒരു നോട്ട് നമ്മൾ കൊടുക്കുന്നത്. ലോങ് ഫ്രഞ്ച് നോട്ട് കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ ഒരു പ്രാവശ്യം മാത്രമേ ചുറ്റാറുള്ളൂ. ഇതിനകത്ത് 2 പ്രാവശ്യം ചുറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഫ്ലവർ 2 കളറിലാണ് ചെയ്തെടുക്കുന്നത്. ഇതിനകത്ത് പെൻസിൽ മാർക്കിംഗ് ചെയ്ത അതുവരെ ഈ ഒരു
കളർ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ പെറ്റിൽ തയ്ച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മളവിടെ ത്രെഡ് മാറ്റിയിട്ടാണ് ബാക്കി ഇതുപോലെ തന്നെ തയ്ക്കുന്നത്. ലോങ് ഫ്രഞ്ച് നോട്ടാണ് 2 പ്രാവശ്യം ചുറ്റിയിട്ട് സീക്വൻസ് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ പെറ്റിൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത കളർ ത്രെഡാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ ഈ ഒരു കളർ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫ്ലവറിൻ്റെ പെറ്റിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഫ്ലവറിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ ലീഫ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മളെടുത്ത സെയിം നീഡിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെയ്ത് നമുക്ക് ഈ ഒരു ലീഫെല്ലാം കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 2 കളർ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇതിന് ഒന്നും കൂടെ ഒരു ഭംഗി വരുത്താം. ഈ ലീഫിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലൊക്കെ നമുക്ക് ഇതുപോലെ 2 കളർ ത്രെഡ് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഒറ്റ പ്രാവശ്യം മാത്രം ചുറ്റിയിട്ടാണ് ഈ ഒരു ത്രെഡ് വെച്ചിട്ടുള്ള ഫ്രഞ്ച് നോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് അടുത്ത കളർ ത്രെഡാണ് ഇനി നമ്മൾ ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നത്. ഇത് 2 പ്രാവശ്യം ചുറ്റിയെടുത്താണ് ഈ ഫ്രഞ്ച് നോട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.